ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള ഭാഗങ്ങളിൽ എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. വചനം പറയുകയാണ്, എല്ലാവരും വഴിതെറ്റി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതൊരു അറിവാണ്, ഇതൊരു തിരിച്ചറിവാണ്. എല്ലാവരും വഴിതെറ്റി. ചിലർ പറയാറുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്യാറില്ല, ഞാൻ പാപമൊന്നും ചെയ്യാറില്ല, ഞാൻ നീതിയോടെ ജീവിക്കും. അതുപോലെ പോഷത്തരം വേറെ ഈ ഭൂമിയിൽ വേറെയില്ല. വചനം പറയുകയാണ്, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഈ ഒരു പാപവും ചെയ്യുന്നില്ല എന്ന് പറയുന്നവൻ്റെ ജീവിതത്തിനകത്ത് വാസ്തവത്തിൽ ഒരു പാപവും ചിലപ്പോൾ ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ അവൻ നന്മ ചെയ്യുന്നില്ല. ആ വ്യക്തിയെ ദൈവം ഭൂമിയിലോട്ട് അയച്ചത് ചില നന്മകൾ ചെയ്യാനാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. ചിലർ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ പാപം ചെയ്യുന്നില്ല. ഒരിക്കലുമല്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്യാത്തത് വലിയ പാപമാണ്. കർത്താവ് 1 താലന്ത്, 2 താലന്ത്, 5 താലന്ത് താലന്ത് കൊടുത്തവരെക്കുറിച്ച് യേശു തന്നെ ഡയറക്റ്റ് പറയുന്നൊരു ഭാഗം ബൈബിളിലുണ്ട്. നമ്മളെ ഏൽപ്പിച്ചത് ചെയ്യാത്തത് വലിയ പാപമാണ്. ഇവിടെ റോമാസഭയിൽ ലേഖനം കൈമാറുമ്പോൾ പറയുന്നു, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. അടുത്ത ഭാഗം ഇങ്ങനെയാണ്, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല. അപ്പം നന്മ ചെയ്യാത്തവനെക്കുറിച്ച് വചനം പറയുന്നു, നീ പാപിയാണ്, നീ നരകത്തിലോട്ട് പോകും. അപ്പോൾ എവിടെയുള്ളൂ ഇതിനകത്തൊരു നീതീകരണം? ക്രൂശിൻ്റെ ചുവട്ടിലൊരു നീതീകരണമുള്ളൂ, കർത്താവിൻ്റെ കാൽക്കലേ ഉള്ളൊരു നീതീകരണം. എങ്ങനെ? കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, ഞാൻ ചെയ്യേണ്ടത് ചെയ്യാൻ അങ്ങ് എനിക്ക് പ്രാപ്തി തരണം. എന്നാൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഈ ലോകത്തിൻ്റെ അകത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് സ്വയം നീതീകരിക്കപ്പെട്ട് സഞ്ചരിച്ചിട്ട് ഒടുവിൽ നരകത്തിന് യോഗ്യമാകാതെ കർത്താവിൻ്റെ വഴിയിൽ വിശ്വസ്തയോടെ സഞ്ചരിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.